ഒരു നാടിനെ തന്നെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു ഇരിക്കൂറിലെ കുഞ്ഞാമിന വധം. 10 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഇവരുടെ വീട്ടിന്റെ തൊട്ടടുത്ത ക്വാർട്ടേഴ്സിൽ, ഇത് അവരുടെ ഉടമസ്ഥലത്ത് വരുന്ന ക്വാർട്ടേഴ്സ് തന്നെയാണ്, അവിടെ 2 പേർ താമസിക്കാൻ വന്നിരുന്നത്. വസ്ത്രം വിൽപ്പനക്ക് എന്ന രീതിയിലാണ് 2 സ്ത്രീകളും അതുപോലെ തന്നെ ഒരു പുരുഷനും ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് ഉണ്ടാകുന്ന ഒരു വിശ്വാസം, നേരെ തൊട്ട അയൽവാസി എന്ന നിലയിൽ ഈ സ്ത്രീ, ഈ കുഞ്ഞാമിനത്ത എന്ന് പറയുന്ന ആ സ്ത്രീ എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു പ്രകൃതമാണ്. എന്റെ നാട്ടുകാരിയാണ്, എന്റെ ഒരു പഴയ അയൽവാസിയും കൂടിയാണ്. അപ്പൊ ആ സുഹൃത്തത്തിൽ മുതലെടുത്തിട്ട് ഇവര് അത്യാവശ്യം സ്വർണമൊക്കെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് നിൽക്കുന്ന ഇതാണ്. കഴുത്തിൽ 2.5 പവന്റെ മാലയുണ്ട്, പിന്നെ കയ്യിൽ ഒരു വളയുണ്ട്. ഇങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ഈ 2 കിരാതന്മാർ ഈ പാവം വീട്ടമ്മയെ വളരെ മൃഗീയമായി ക്രൂരമായി കൊലപ്പെടുത്തി ആ ആഭരണമായി കടന്നു കളയുന്നത്. ഈ സംഭവത്തിന് ശേഷം പ്രതികൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമരങ്ങളും മറ്റുമൊക്കെ നടന്നിരുന്നു. ഇപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ പ്രതികളെ പിടിക്കപ്പെടുന്നത്. ഡൽഹിയിൽ വെച്ചായിരുന്നു ഈ 2 പ്രതികളെ പിടിക്കുന്നത്. ഈ കാണുന്ന 2 പ്രതികളാണ് ആ സംഭവം ചെയ്ത ക്രൂരത ചെയ്തവർ. അതായത് ഉമ്മയും മകളുമാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒട്ടേറെ ഉണ്ട്. എല്ലാവരും ഞാൻ അങ്ങനെയാണെന്ന് അടിച്ചാക്ഷേപിച്ച് പറയുന്നതല്ല. പക്ഷെ നമ്മളെ ഉടമസ്ഥതയിൽ വരുന്ന, ഇപ്പൊ നമ്മളെ തൊട്ടയൽവക്കത്തോ മറ്റൊക്കെ ക്വാർട്ടേഴ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ ഇവർ താമസിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരുടെ ഇത് ഐഡന്റിറ്റി സൂക്ഷ്മതമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. പിന്നെ അവരുമായിട്ടുള്ള ഒരു ബന്ധം, ഇത് കൂടുതൽ ഇതായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് പോകാനും പാടില്ല. പല രീതിയിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ളവരായിരിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഇതര സംസ്ഥാന തൊഴിലാളികളും അത്തരക്കാരാണ് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇതിൽ മഹാഭൂരിപക്ഷം പേരും നല്ലവരായിരുന്നു. അവരിവിടെ അധ്വാനിച്ച് കാശൊക്കെ ഉണ്ടാക്കി അവരുടെ നാട്ടിൽ പോയി അങ്ങനെയുള്ള രീതിയിലൊക്കെ ജീവിക്കുന്ന എത്രയോ നല്ലവരായ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. പക്ഷെ വളരെ അപൂർവം ഇതുപോലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുണ്ട്. അപ്പൊ ഈ കുഞ്ഞാമിനത്താന്റെ സംഭവത്തിന് ശേഷം നമ്മുടെ നാടുകൾ ഒക്കെ ഒരു ഇതാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ അടുത്ത് ഇതുപോലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളും അതുപോലെ ഫാമിലി ആയിട്ട് താമസിക്കുന്നവരൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അവരൊക്കെ ആ സംശയാസ്പദമായ രീതിയിലായിരുന്നു നോക്കിക്കണ്ടിരുന്നത്. അതിനുശേഷം അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഇതുപോലുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ പൂർണ്ണമായ ഐഡന്റിറ്റി, പൂർണ്ണമായിട്ട് എന്താണ് അവർ എവിടെയാണ് താമസിക്കുന്നത്, എവിടെയുള്ള ആളാണെന്നോ ഉള്ള പൂർണ്ണമായ ഐഡന്റിറ്റി വാങ്ങിയതിന് ശേഷം മാത്രമേ അത്തരക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കാൻ പാടുള്ളൂ. അവർ പല രീതിയിലെ കീഴ്വഴക്കങ്ങൾ നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ തന്നെ ഇത്തരക്കാർക്കിടയിലുള്ള ക്രിമിനൽ സ്വഭാവം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. ഈ പാവം മുമ്പയുടെ ഉടമസ്ഥയിൽ വരുന്ന ഒരു ക്വാർട്ടേഴ്സ് ആയിരുന്നു. ആ ക്വാർട്ടേഴ്സിലാണ് ഇവർ വ്യാജ ഐഡന്റിറ്റി ഒക്കെ കൊടുത്തിട്ടാണ് അന്ന് അവിടെ താമസിക്കാൻ തുടങ്ങിയത്. ആ പാവം അത് വിശ്വസിച്ചു. അതുപോലെ സ്ത്രീകളാണല്ലോ, സ്ത്രീകളാവുമ്പോൾ ഇതുപോലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാവില്ല എന്നുള്ള ഒരു വിചാരം കൂടി ആ വാക്കുണ്ടായി. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ആൾക്കാർ താമസിക്കുന്ന ഇടയിൽ തീർച്ചയായിട്ടും വളരെ അവരുടെ എല്ലാ രീതിയിലുള്ള പ്രൂഫുകളും ഐഡന്റിറ്റികളും ഒക്കെ വാങ്ങിച്ചിട്ട് മാത്രമേ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കാൻ പാടുള്ളൂ. മാത്രമല്ല, എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഇന്നത്തെ ഇടയിൽ ഉണ്ടെങ്കിൽ, അത്തരം താമസിക്കുന്ന ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബന്ധപ്പെട്ട പോലീസ് അധികാരികളെ അറിയിച്ച് ആ സംശയങ്ങൾ തീർക്കുന്ന രീതിയിലേക്കും എത്തണം. ഏതായാലും ഈ പ്രതികൾക്ക് അർഹമായ ശിക്ഷ നമ്മുടെ നിയമം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.